IFPHന്റെ 2117 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ആർ സുജാത, റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, തൃശൂർ ഹോമിയോപ്പതി വകുപ്പ്, കേരളം. 35 വർഷത്തിലധികം ചികിത്സാ പരിചയം, വിവിധ ഭാഷകളിൽ വിവിധ സംഘടനകളിൽ ക്ലാസുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വം. PCODയും സെക്കൻഡറി അമിനോറിയയും എൻ്റെ അനുഭവങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ആർ സുജാതയെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിയെ ഇതിന്റെ തുടർ നടത്തിപ്പിനൊക്കെ ആയിട്ട് നമുക്ക് സാമ്പത്തിക ആവശ്യമുള്ള ഒരു സമയമാണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു തുക എല്ലാ മാസവും IFPHന്റെ അക്കൗണ്ടിലോട്ട് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും ലിങ്കിലൂടെയൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ചുരുക്കം ആൾക്കാർ മാത്രമേ അതിലോട്ട് പണം ഇടുന്നുള്ളൂ. പക്ഷെ വീഡിയോസ് എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കാണാൻ അവസരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഫ്രീ ആയിട്ട് കാണുന്നത് നിർത്തി അത് പെയ്ഡ് ചാനൽ പോലെ ആക്കേണ്ടി വരും. പക്ഷെ പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ അത് ചെയ്യാത്തത്. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും എല്ലാ മാസവും നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു തുക IFPHന്റെ അക്കൗണ്ടിലോട്ട് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എന്നെ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ഭാരവാഹികളോടൊക്കെ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചും ഡോക്ടർ ധനേഷ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം അറിയാമോ, ഡോക്ടറെ പിന്നെ പറയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ DMO മേഡം ഒക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരെയും കാണാൻ സാധിക്കുന്നതിലും സന്തോഷമുണ്ട്. നമ്മളിപ്പോ ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നമ്മുടെ PCOS മാറ്റിയല്ലോ, പോളി എൻഡോക്രൈൻ മെറ്റാബോളിക് ഓവേറിയൻ സിൻഡ്രോം. അതിന്റെ നമ്മൾ കുറച്ച് കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. നമ്മൾ അന്ന് പറഞ്ഞത് ഒരു ലോങ് ടേം കോംപ്ലിക്കേഷനിൽ വരുന്ന ഹോമോസിസ്റ്റീൻ ലെവൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ നമുക്കതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം വരാറുള്ളത് സെക്കൻഡറി അമിനോറിയ. നമുക്ക് ഒരുപാട് കേസുകളുണ്ട് സെക്കൻഡറി അമിനോറിയ ആയിട്ട് വരാറുള്ളത്. ദാറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് പീരീഡ്സ് ഫോർ 6 months. ഒരു 6 മാസം അല്ലെങ്കിൽ മോർ ഇൻ എ വുമൺ ഇൻ ഹും നോർമൽ പീരീഡ്സ് ഹാസ് ബിൻ എസ്റ്റാബ്ലിഷ്ഡ്. ഓൾറെഡി പീരീഡ് വന്ന കേസായിരിക്കാം, നെക്സ്റ്റ് 6 months അല്ലെങ്കിൽ മോർ പീരീഡ്സ് വരാതിരിക്കുക. ഈ സെക്കൻഡറി അമിനോറിയ ആയിട്ട് നമുക്ക് വരുന്ന കേസുകളിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ യൂട്രൈൻ ഫാക്ടേഴ്സ്, ഓവേറിയൻ ഫാക്ടേഴ്സ്, പിറ്റ്യൂട്ടറി ഫാക്ടേഴ്സ്, ഹൈപ്പോതലാമിക് ഫാക്ടേഴ്സ് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഫാക്ടേഴ്സും എടുത്തിട്ട് നമുക്കതിൽ എങ്ങനെയാണ് ഹോമിയോപ്പതിക്, നമുക്കതിൽ ഏത് കേസിൽ എന്തൊക്കെ കൊടുക്കാൻ പറ്റും, നമുക്ക് കൂടുതൽ സക്സസ് കിട്ടുന്ന കേസുകളെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. പല യൂട്രൈൻ ഫാക്ടേഴ്സ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു കേസ് ട്യൂബർക്കുലാർ എൻഡോമെട്രൈറ്റിസ് ആണ്. അപ്പൊ നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഹിസ്റ്ററി ഓഫ് TB ഇസ് ദെയർ. ദെൻ അതിൽ വരുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് ദി എൻഡോമെട്രിയം. അങ്ങനെ വരുമ്പോൾ ഓവേറിയൻ ഫങ്ഷൻ അവിടെ ഇൻഹിബിഷൻ ആവും ബൈ ട്യൂബർക്കുലർ ടോക്സിൻ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ റെമഡി ട്യൂബർക്കുലിനം ഒരു ഹയർ പൊട്ടൻസി, ഹിസ്റ്ററി ഓഫ് TB, പിന്നെ പേഷ്യന്റിന് ട്യൂബർക്കുലർ എൻഡോമെട്രൈറ്റിസ് ഉണ്ടെങ്കിൽ 10 ഒക്കെ ഒരു സിംഗിൾ ഡോസ് കൊടുത്തിട്ട് നമുക്കൊരു 2 months ഒക്കെ വെയിറ്റ് ചെയ്യാം. അതില് മെയിനായിട്ട് എൻഡോമെട്രൈറ്റിസ് വരുമ്പോൾ എൻഡോമെട്രിയം ഡിസ്ട്രക്ഷനും വരും. അപ്പോൾ നമ്മുടെ സാധാരണ നമുക്ക് കൊടുക്കാറുള്ള എന്തെങ്കിലും ഈ യൂട്രൈൻ ടോണിക്കുകൾ, അലട്രിസ്റ്റിഞ്ചർ, പിന്നെ ടിഷ്യൂ ഡാമേജ് വളരെയധികം ഉണ്ടെങ്കിൽ നമുക്ക് പിക്രിക് ആസിഡില് നമുക്ക് റീജനറേഷൻ സെൽസ്, അങ്ങനെ നമുക്ക് പിക്രിക് ആസിഡ് 200 കൊടുക്കാറുള്ളത്, കൊടുത്തിട്ട് നമുക്ക് സെൽസിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോളിക്കുലിനം 30 ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഓവുലേഷൻ along with other constitutional medicines.
ഉദാഹരണമായിട്ട് ഫോസ്ഫറസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫോസ്ഫറസ് ഹയർ പൊട്ടൻസി കൊടുക്കാം. ഈ ട്യൂബർക്കുലിനും ഒറ്റ സിംഗിൾ ഡോസേ ഞാൻ കൊടുക്കാറുള്ളൂ. അങ്ങനെ 1-2 കേസുകൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, പക്ഷെ നല്ല റിസൾട്ട് ആയിരുന്നു അത്. ദെൻ അവർ വനേഡിയം. വനേഡിയം ഈസ് ഓൾസോ, നമുക്കറിയാം ഇതിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. അപ്പോൾ വനേഡിയം ഒരു നല്ല റെമഡി ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇൻസുലിൻ 30. യൂട്രൈൻ ഫാക്ടേഴ്സിൽ നമുക്ക് എൻഡോമെട്രിയോസിൽ ഇത്രയും മരുന്നുകളാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള മരുന്നുകൾ. ഇതിൽ തന്നെ യൂട്രൈൻ ഫാക്ടേഴ്സ് തന്നെ അതില് പോസ്റ്റ് റേഡിയേഷൻ, ഈ റേഡിയേഷൻ കഴിഞ്ഞ കേസുകളിലും വാട്ട് ഹാപ്പൻസ് ഈസ് ഡിസ്ട്രക്ഷൻ ഓഫ് എൻഡോമെട്രിയം കംപ്ലീറ്റ് നശിച്ചു പോവും. അങ്ങനെയുള്ള കേസിൽ മെയിൻ ആയിട്ട് വരാറുള്ള ഒരു സിംറ്റമാണ് ക്രോണിക് ലോ ബാക്ക് ഏക്ക് വരാറുണ്ട്. പിന്നെ ഹിസ്റ്ററി ഓഫ് റേഡിയേഷൻ വെച്ചിട്ട് നമുക്ക് കോബാൾട്ട് കൊടുക്കാം, എക്സ്റേ കൊടുക്കാം, റേഡിയം, ഇന്റർ കറന്റ് ആയിട്ട് കാഴ്സിനോസിൻ ഹയർ പൊട്ടൻസി കൊടുക്കാം ഒരു 2 months 3 months ഇന്റർവെല്ലില്. അടുത്തതായിട്ടുള്ള യൂട്രൈൻ ഫാക്ടറിൽ പ്രധാനമായിട്ട് വരുന്നത് സിനേക്കിയ മീൻസ് നമ്മള് എപ്പോഴും പറയാറുള്ള എഷർമാൻ സിൻഡ്രോം, അതിന്റെ വേറെ പേരാണ് സിനേക്കിയ. വളരെയധികം നമുക്ക് ഹോപ്പുള്ള ഒരു ഫീൽഡാണ്. അതായത് അഡീഷൻസ്, ഇൻട്രാ യൂട്രൈൻ അഡീഷൻസ് വരികയാണ്. അത് റിസൾട്ട്സ് ഇൻ അമിനോറിയ. അപ്പൊ പേഷ്യന്റ് അമിനോറിയ ആയിട്ടാ വരിക. ഏതെങ്കിലും 2 സെപ്പറേറ്റ് സർഫസസ് ഓർ സ്ട്രക്ചേഴ്സ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദ യൂട്രസ്, അങ്ങനെ അത് ഒട്ടിപ്പിടിക്കും, സ്റ്റിക്ക് ടുഗദർ. അതിന്റെ സ്കാർ ടിഷ്യൂ വളരെ അധികം ഫോം ചെയ്യും. ഞാൻ കണ്ടിട്ടുള്ളൊരു കേസില് ഈ സ്കാർ ടിഷ്യൂ ഫോർമേഷൻ, ഷെർമാൻ സിൻഡ്രോം അഡീഷണൽ ഒരു കേസില് ഈവൻ അമ്പലിക്കസിന്ന് തന്നെ പുറത്തേക്ക് സ്കാർ ടിഷ്യൂ വന്ന കേസ് ഉണ്ടായിട്ടുണ്ട്. ചോക്ലേറ്റ് കളറില് പുറത്ത്, അമ്പലിക്കസിന്റെ പുറത്ത് അത്ര അധികം അഡീഷൻ വരും. പേഷ്യന്റിനാണെങ്കിൽ സിവിയർ ഡിസ്മെനോറിയ. അതുപോലെ ഈ സ്കാർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ബേൺസ് ഒക്കെ കഴിഞ്ഞ ടിഷ്യൂ പോലെ നല്ല ആയിട്ട് ഇങ്ങനെ ഷ്രിങ്ക് ആയിട്ടിരിക്കും. അപ്പോ മസിൽസ് ഒക്കെ പെയിൻ ആയിരിക്കും, എടുത്തു വെക്കുമ്പോ വേദന. പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് അതിന്റെ ബാൻഡ്സ് ഇൻസൈഡ് ദി യൂട്രൈൻ വാൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്രസിന്റെ അകത്തും വരും. ഇതുപോലെ സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ് വരാം, കുറെ സർജറി. ഇപ്പൊ DNC 3-4 DNC അടുപ്പിച്ചു വന്നു, അതുപോലെ സർജറി, ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇങ്ങനത്തെ സ്കാർ ടിഷ്യൂ ഫോർമേഷൻ കാണാം. അപ്പോ ഇങ്ങനെയുള്ള അഷർമാൻ സിൻഡ്രോമില് സെക്കൻഡറി അമിനോറിയ വരാം, അതുപോലെ തന്നെ ഡിസ്മെനോറിയ വരാം, ഇറഗുലർ പീരീഡ്സ് വരാം. ഇതിന്റെ കൂടെ തന്നെ പേഷ്യന്റ് മിക്കവാറും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വരുമ്പോ AUB ഓർ DUB, അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ഓർ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ്, രണ്ടും വരാം. നമ്മുടെ ബെസ്റ്റ് റെമഡിയാണ് തിയോസിനാമിനം കഴിഞ്ഞിട്ടേ അതിൽ വേറൊരു മെഡിസിൻ അഡീഷണൽ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ തൂജ ഈസ് ഓൾസോ, തൂജ എപ്പോഴും റിപ്പീറ്റ് ചെയ്യേണ്ട, ഹയർ പൊട്ടൻസി സിംഗിൾ ഡോസോ കൊടുത്തിട്ട് പിന്നെ തിയോസിനാമിനം കണ്ടിന്യൂ ചെയ്യാം. കൽക്കേരിയ ഫ്ലോർ ഓൾസോ ഇസ് എ ഗുഡ് റെമഡി. ഇങ്ങനത്തെ കേസില് തിയോസിനാമിനം 30-200 ഫോളോഡ് ബൈ 1 mg. പിന്നെ കൽക്കേരിയ ഫ്ലോർ ഈ കേസിൽ കണ്ടിന്യൂസ് ആയി കൊടുക്കാട്ടോ മാഡം. പിന്നെ പേഷ്യന്റിന്റെ സിംറ്റം നമുക്ക് ഡിസ്മെനോറിയയുടെ ക്യാരക്ടർ അനുസരിച്ച് ഇപ്പൊ നമുക്കറിയാം സാന്തോസൈലം ഡിസ്മെനോറിയ പെയിൻ എക്സ്റ്റെൻസ് ഹിപ്പ് ടു ദ ലിംസ്, എസ്പെഷ്യലി ടു ദ ലോവർ അബ്ഡമിൻ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ആ അക്യൂട്ട് സ്റ്റേജിൽ സാന്തോസൈലം കൊടുക്കാം. ഇഫ് ഇറ്റ് എക്സ്റ്റെൻസ് ടു ബോത്ത് ലിംസ് നമുക്ക് വൈബർണം ഒപ്ലസ്. അസോസിയേറ്റ് വിത്ത് സിവിയർ ഫ്രസ്ട്രേഷൻ ആൻഡ് വോമിറ്റിംഗ്, കോക്കുലസ്. നമുക്ക് ആ സിംറ്റം നോക്കിയിട്ടും അതിന് മെഡിസിൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ അഡീഷന്റെ മെഡിസിൻ നമുക്ക് കുറച്ച് അധികം നാള് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ആ യൂട്രൈൻ ലൈനിങ് എല്ലാം കറക്റ്റായി അതിന്റെ തിക്നെസ് എല്ലാം കുറഞ്ഞ് ഫെർട്ടിലിറ്റിക്ക് പ്രിപ്പയർ ആകുന്ന വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം. തിയോസിനാമിനം ഞാനൊരു കേസിൽ നേരത്തെ പറഞ്ഞ ഈ അമ്പലിക്കസിൽ അഡീഷൻ വന്ന കേസിൽ പെയിൻ കൊണ്ട് ഒരു രക്ഷയില്ലാണ്ടായി. അവർക്കാണെങ്കിൽ മെഡിസിൻസ് മൊത്തം അലർജിയാ.
ഞാൻ തിയോസിനാമിനം 1 ആണ് കൊടുത്തത്. BDS നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം കുറഞ്ഞ് കാലക്രമേണ വന്നു കേട്ടോ. ഏകദേശം ഒരു 1 ഇയർ ഒക്കെ എടുത്തു. എങ്കിലും ഒരുമാതിരി സബ്സൈഡ് ചെയ്ത് പോയി. അപ്പൊ അതും നമ്മുടെ സെക്കൻഡറി അമിനോറിയയുടെ ഒരു ഇതായിട്ട് വരും. ഇത് പറഞ്ഞപ്പോ ഞാൻ പറയാണ്, നമ്മള് ഈ സാധാരണഗതിക്ക് ഇതുപോലത്തെ സിനേക്കിയെ ഓർ അഡീഷൻസ് നമ്മൾ കാണുന്നത് നമ്മൾ കാണാറത് യൂട്രസിലാണ്. പക്ഷേ ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ ഐസ് ഓൾസോ. ഐറിസും ലെൻസും കൂടെ ഒട്ടിപ്പിടിക്കാം. അത് മെയിൻ ആയിട്ട് വരുന്നത് യൂവിഐറ്റിസിലാണ്. അതുപോലെ ഐറിസ് ആൻഡ് കോർണിയ, അതുപോലെ നെയ്സൽ സെപ്റ്റം ആൻഡ് ടർബിനേറ്റ്സ്, ഇവിടെയൊക്കെയാണ് കോമൺ ആയിട്ട് അഡീഷൻ നമ്മൾ കാണാറുള്ളത്. അതുപോലെ മെയിൽസില് പെനൈൽ സിനേക്കിയെ, അതായത് അഡീഷൻ ഓഫ് ഫോർസ്കിൻ ടു ദ ഹെഡ് ഓഫ് ദ പെനിസ്. ഇങ്ങനത്തെ എല്ലാ കേസുകളിലും നമുക്ക് ഈ തിയോസിനാമിനം നല്ല റിസൾട്ടാണ്. പ്രത്യേകിച്ച് ഈ ഐ കംപ്ലൈൻസിൽ നമുക്ക് സിനാബറിസും കൂടെ ഉൾപ്പെടുത്തിയാൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. യൂവിഐറ്റിസിന് സിനാബറിസ്. ഞാൻ അടുത്ത നമുക്ക് വരുന്നത് ഓവേറിയൻ ഫാക്ടേഴ്സ് ആണ്. ഓവേറിയൻ ഫാക്ടേഴ്സ് മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ PMOS തന്നെ, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം. അതിൽ വരുന്നത് നമ്മള് 2-3 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിറ്റ്യൂട്ടറിയുടെ കുറച്ച് ഹോർമോൺസ് ഒക്കെ പറഞ്ഞു. ഇത് അതുപോലെ തന്നെ PMOSൽ വരുന്നത് ഈ LH ലൂട്ടനൈസിങ് ഹോർമോൺ എപ്പോഴും എലിവേറ്റഡ് ആയിരിക്കും. അതുപോലെ ആൻഡ്രോജൻ പ്രൊഡക്ഷനും നമുക്ക് കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തീക്ക സെൽസ് ആൻഡ് സ്ട്രോമ ഓഫ് ദി ഓവറീസ് ആയതുകൊണ്ട് ജനറലി ഇങ്ങനെയുള്ള കേസിൽ FSH ലോ ആയിരിക്കും, ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ലോ ആയിരിക്കും, എലോങ് വിത്ത് നമ്മുടെ ഹൈപ്പോതലാമസ്. ആ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ആക്സിസില് ഹൈപ്പോതലാമസിലെ GnRH ഗൊനാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ വളരെ കൂടുതലായിരിക്കും. അതേസമയം സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ ലോ ആയിരിക്കും. അപ്പോ ഞാൻ എന്താ ഇത് പറഞ്ഞെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ PMOS കേസിൽ ഇൻഫെർട്ടിലിറ്റിയുടെ നമുക്ക് സാധ്യത അറിയാനായിട്ട് നമുക്ക് ഈ സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്താൽ എലോങ് വിത്ത് LH ആൻഡ് FSH കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കേസിൽ SHBG വളരെ കുറവായിരിക്കും. അതിൽ തന്നെ ഈ സെക്സ് ബൈൻഡിങ് ഗ്ലോബുലിന്റെ വേറൊരു സംഭവം എന്താണെന്നുണ്ടെങ്കിൽ, അതൊരു പ്രോട്ടീൻ ആണ്, പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ലിവർ. ഈ SHBG അഥവാ സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ ഇറ്റ് അറ്റാച്ചസ് ടു സെക്സ് ഹോർമോൺ ദാറ്റ് ഈസ് ടെസ്റ്റസ്ട്രോൺ ആൻഡ് ഈസ്ട്രജൻ. SHBG ടെസ്റ്റസ്ട്രോണും ഈസ്ട്രജനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ട്രാവലിംഗ് ത്രൂ ദ ബ്ലഡ് സ്ട്രീം. അതുകൊണ്ടാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മള് ഇപ്പോ ഫ്രീ TS ഒക്കെ നോക്കുന്നത് പോലെ ഫ്രീ SHBG നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ധാരണ കിട്ടും, SHBG നമുക്ക് കുറവാണോ അതോ കൂടുതലാണോ. അതായത് സ്റ്റോർ ചെയ്യുന്ന സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിനുണ്ട്, ബ്ലഡില് ട്രാവൽ ചെയ്യുന്ന സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിനുണ്ട്. അപ്പൊ ഈ ഹോർമോണിന്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് ഫെർട്ടിലിറ്റി റേറ്റ് ബാക്കി എല്ലാ കണ്ടീഷനും വെച്ച് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും അത് ഫെർട്ടിലിറ്റി നടക്കുമോ. അതായത് ആ ഹോർമോൺ ഇംബാലൻസ് എത്ര വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ഈ SHBGയും ടെസ്റ്റസ്ട്രോൺ, സിറം ടെസ്റ്റസ്ട്രോണും മാത്രം ബ്ലഡിൽ നോക്കിയാൽ മതി നമുക്ക് ഫെർട്ടിലിറ്റി, നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ലൈൻ പോകേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി കൊടുത്താൽ ടെസ്റ്റ് ചെയ്ത് കിട്ടും. ഈ ഫ്രീ ഹോർമോൺ നമുക്ക് SHBG നോക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നുണ്ടെങ്കിൽ, ഈ ഫ്രീ ഹോർമോൺ ബ്ലഡില് ട്രാവൽ ചെയ്യുന്ന ഫ്രീ ഹോർമോൺ കുറവാണെങ്കിൽ ഈ SHBG കുറവായി കാണിക്കും. അതേസമയം പേഷ്യന്റ് എന്താ സിംറ്റം പറയാന്നറിയോ? ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. അതാണ് ഇതിന്റെ ലക്ഷണം വരുന്നത്. അപ്പൊ നമുക്ക് വേറെ എല്ലാ ഹോർമോണും കറക്റ്റ് ആണ്,
വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ലോ സെക്സ് ഡ്രൈവ്, അതുപോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് SHBG നോക്കിയാൽ മതി. അതുപോലെ തന്നെ SHBG ഈ PMOSലും കുറവായിരിക്കും. നമുക്കറിയാം PMOSന്റെ എല്ലാ സിംറ്റംസും ആക്നെ, ഹെയർ സ്യൂട്ടിസം, അതുപോലെ ഇറഗുലർ സൈക്കിൾസ്, ലോ സെക്സ് ഡ്രൈവ്, ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം SHBG ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറവാണെങ്കിൽ നമുക്ക് ലോ സെക്സ് ഡ്രൈവിനുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ SHBG കറക്റ്റ് ആവും. അതുവഴി ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രജന്റെയും ബൈൻഡിങ്ങും കറക്റ്റ് ആവും. ഫെർട്ടിലിറ്റി വിൽ ബി, ആ ട്രീറ്റ്മെന്റ് വിൽ ബി വെരി ഈസി. അതില് കൂടുതലായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് കൊടുക്കാം. എങ്കിലും നമ്മൾ കൂടുതൽ പെട്ടെന്ന് ഇംപ്രൂവ്മെന്റിന് വേണ്ടി നമുക്ക് കൊടുക്കാനുള്ള റിസൾട്ട് കിട്ടുന്ന റെമഡീസ് ഒനസ്മോഡിയം 1M, ടിഞ്ചേഴ്സ് കൊടുക്കാറുണ്ട്, അശ്വഗന്ധ, ഡാമിയാന, ആവിന സറ്റൈവ. ദെൻ അസോസിയേറ്റ് വിത്ത് എനി യൂറിനറി പ്രോബ്ലം ഉണ്ടെങ്കിൽ കാൻതാരിസ് ഹയർ പൊട്ടൻസി നല്ല റെമഡിയാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അക്കോർഡിംഗ് ടു മെന്റൽ സിംറ്റംസ്, ഫോസ്ഫറസ്, നാട്രമ്യൂർ, തൂജ. ഇതിന്റെ കൂടെ നമുക്ക് ടെസ്റ്റിസ് 3Xും കൂടെ കൊടുത്താൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഈ ലോ സെക്സ് ഡ്രൈവിന്. ഇതിൽ തന്നെ വരുന്ന ഒരു ചെറിയൊരു വ്യത്യാസം, നമുക്ക് പേഷ്യന്റ് വരുന്നത് ഇറഗുലർ പീരീഡ്സ് ആയിരിക്കാം, പക്ഷെ പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ. അതിൽ പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ നമുക്കറിയാം, ഒന്നുകിൽ ഫോളിക്കിൾ ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോളിക്കിൾ ഉണ്ടാവും ബട്ട് ഏർലി ഡിപ്ലേഷൻ ഓഫ് ഫോളിക്കിൾസ് എല്ലാം ഉണ്ടായിട്ട് നശിച്ചു പോകും ഇമ്മീഡിയറ്റ്ലി ബിഫോർ മെച്ചുറേഷൻ ഓർ ആഫ്റ്റർ മെച്ചുറേഷൻ. അങ്ങനെയുള്ള കേസിലും ഈ പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയറിലും നമുക്ക് SHBG നോക്കി മെഡിസിൻ കൊടുക്കാം. അതിൽ വരുന്ന റെമഡീസ് നമുക്ക് മെയിൻ ആയിട്ട് തൈറോയിഡിനും, പിറ്റ്യൂട്ടറിനും, ഓവേറിനും, ഫോളിക്കുലിനും ഇതെല്ലാം നമുക്ക് കൊടുക്കാം. അതിൽ തൈറോയിഡിനും 3X കണ്ടിന്യൂ ചെയ്യാം. 3X കണ്ടിന്യൂ ചെയ്ത് ഇടയ്ക്കൊരു ഹയർ പൊട്ടൻസി തൈറോയിഡിനും കൊടുത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ പിറ്റ്യൂട്ടറിനും ഒക്കെ 2 to 3 months നമുക്ക് 3X കണ്ടിന്യൂ ചെയ്യാം. ഇതൊക്കെ തന്നെ ഈ ഗൊനാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പിറ്റ്യൂട്ടറിനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. GnRH റിലീസ് ചെയ്യാൻ, അതുപോലെ FSH, LH ഫ്രം ദി ആന്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പൊ ജനറലി അവിടെ ഒരു പുഷ് നടക്കും. പിന്നെ കോമൺ മെഡിസിൻസ്, ഇപ്പൊ പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ ആകുമ്പോൾ നമുക്കറിയാം ആബ്സെൻസ് ഓഫ് ഫോളിക്കിൾ ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സിഫിലിനം ഹയർ പൊട്ടൻസി 15 day ഇന്റർവെല്ലില് ഒരു സിംഗിൾ ഡോസ് ഒക്കെ കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. മെഡോറിനം, തൂജ, ഇതൊക്കെയാണ് ഈ പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയറിന് നമുക്ക് കൊടുക്കാവുന്നത്. ഇതിന്റെ തന്നെ ഈ റെസിസ്റ്റന്റ് ഓവറി സിൻഡ്രോം, ഇതൊക്കെ ഏകദേശം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അതായത് ഒരു എൻഡോക്രൈൻ ഡിസോർഡർ ആണ്. അവിടെ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഓവറി FSHനും LHനും റെസ്പോണ്ട് ചെയ്യില്ല. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. റെസ്പോണ്ട് ചെയ്യാണ്ടാവുമ്പോ അവിടെ ഇമ്മെച്യൂർഡ് ഫോളിക്കിൾസ് ഉണ്ടാവും. ആ കേസിൽ നമുക്ക് FSH, LH കൂടുകയും ചെയ്യും, ഈസ്ട്രജൻ കുറയുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കോമൺ ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കാം. അതിന്റെ കൂടെ ഈസ്ട്രജൻ 3X കൊടുക്കാം. ഈ റെസിസ്റ്റന്റ് ഓവറി സിൻഡ്രോമില് സിംറ്റംസ് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ മെനപ്പോസ് പോലത്തെ സിംറ്റംസ് ഉണ്ടാവും. FSH കൂടുന്നതുകൊണ്ട് ഹോട്ട് ഫ്ലാഷസ്, വെജനൽ ഡ്രൈനെസ്, സെക്സിൽ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡിക്രീസ് സെക്സ് ഡ്രൈവ്. പിന്നെ പേഷ്യന്റ് വരുന്നത് ഒരുപക്ഷെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഈസ്ട്രജൻ 3X റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ ഹോട്ട് ഫ്ലാഷസ്, പിന്നെ മൈൻഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ലാക്കേസസ്. ഇതില് ഈ ബ്ലീഡിങ് ഇറഗുലർ ആണെങ്കിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പ്രൊജസ്ട്രോൺ 3Xും നമുക്ക് കൊടുക്കാം, അലോങ് വിത്ത് അതർ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ, നാട്രമ്യൂർ, തൂജ, അതൊക്കെ.
അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് SHBG നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫെർട്ടിലിറ്റി റേറ്റ്, ഫെർട്ടിലിറ്റി നമുക്ക് ഇനി ഏത് രീതിക്കാണ് നമുക്ക് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യേണ്ടത് നമുക്ക് അറിയാൻ പറ്റും. ഇതില് ഈ പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയറിൽ എന്താണെന്നുണ്ടെങ്കിൽ എഗ് സപ്ലൈ, എഗ് ഉണ്ട്, സപ്ലൈ ഉണ്ട്, പക്ഷെ ഡിപ്ലീഷൻ ആണ്. പക്ഷെ ഇതിന്റെ തന്നെ ഒരു സാവേജ് സിൻഡ്രോം ഉണ്ട്. അവിടെ എന്താണെന്നുണ്ടെങ്കിൽ നോർമൽ പൂൾ ഓഫ് റെസ്റ്റിംഗ് ഫോളിക്കിൾസ് കണ്ടമാനം ഉണ്ടാവും, പക്ഷെ ഫങ്ഷണലി ഇനാക്റ്റീവ് ആയിരിക്കും. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ഇതിലൊക്കെ തന്നെ നമ്മുടെ തൈറോയിഡിനും പിറ്റ്യൂട്ടറിനും, കാരണം ഓവേറിയൻ ഫെയിലിയർ ആണ് വരുന്നത്. ഓവേറിനും ഹയർ പൊട്ടൻസി കൊടുക്കാം. ഞാൻ 10M വരെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫോളിക്കുലിനും ഇങ്ങനെയെല്ലാം കൊടുക്കാറുണ്ട്. ഇതില് ഈ പ്രിമച്വർ ഓവേറിയൻ സിൻഡ്രോം ഫെയിലിയർ എന്തായാൽ തന്നെയും AMH നോർമൽ ആയിരിക്കും ഡയഗ്നോസിസിൽ. അപ്പൊ നമുക്ക് AMH നോക്കിയാൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ബട്ട് USG ഈ ഡ്യൂറിങ് ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുമ്പോൾ സ്മോൾ ഇമ്മച്വർ ഫോളിക്കിൾസ് കാണാം. പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ GnRH ഹോർമോൺ റേസ്ഡ് ആയിട്ടും കാണാം, SHBG ലോ ആയിട്ടും കാണാം. നമുക്ക് നമ്മുടെ ഇത്രയും മെഡിസിൻസ് കൊടുത്താല് ഇങ്ങനത്തെ കേസുകളൊക്കെ നമുക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് എപ്പോഴും കാണുന്ന കേസാണ് നമുക്ക് മെട്രോപ്പതിയ ഹെമറേജിക്ക. അതായത് ഈ DUB ആയിട്ടുള്ള പേഷ്യൻസ് മൊത്തം വരിക, DUBയോ AUBയോ അനോവുലേറ്ററി DUB പേഷ്യൻസ് വരും. അപ്പൊ അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെട്രോപ്പതിയ ആ കേസുകൾ വരുന്നത് ഒരു 50% മേലെ തന്നെ മെട്രോപ്പതിയ ഹെമറേജിക്ക ആയിരിക്കും. അതില് ഫോളിക്കിൾസ് പെർസിസ്റ്റ് ചെയ്യും. ഫോളിക്കിൾസ് ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യുമ്പോൾ ഈസ്ട്രജൻ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിങ് വരുന്നത്. ഏറ്റവും അധികം കാണുന്ന വെറൈറ്റിയാണ് കണ്ടിന്യൂസ് ഈസ്ട്രജൻ പ്രൊഡക്ഷൻ ഫ്രം ദ ഓവറി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഇംബാലൻസ് വരും. ഇങ്ങനത്തെ കേസിൽ ഫൈനൽ റിസൾട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ തിക്ക് എൻഡോമെട്രിയം പ്രൊജസ്ട്രോൺ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ USG ചെയ്ത് അതിന്റെ ഹിസ്റ്റോപാത്തോളജി റിപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് കാണാം എൻഡോമെട്രിയം ഇത്ര സൈസ്, ഇത്ര 14 മില്ലിമീറ്റർ, 16 മില്ലിമീറ്റർ. ഉടനെ ഡോക്ടേഴ്സ് DGOs DNC ആൻഡ് ബയോപ്സിയാണ് അഡ്വൈസ് ചെയ്യാറുള്ളത്. അതിന് നമ്മൾ ശരിക്ക് നന്നായിട്ട് ആ ഫോളിക്കുലർ സ്റ്റഡി എല്ലാ ദിവസം, അതായത് 1 ഡേ ഇന്റർവെല്ലിൽ ചെയ്യുകയാണെങ്കിൽ 12th ഡേ മുതൽ 12th, 14th, 16th, 18th അങ്ങനെ വരെ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു ഈ മൾട്ടിപ്പിൾ ഫ്ലൂയിഡ് ഫിൽഡ് സിസ്റ്റ് പോലെ വരും. അപ്പൊ അതിന് ഒരു സ്വിസ് ചീസ് അപ്പിയറൻസ് എന്നൊക്കെ പറയാറുണ്ട്, ചീസിന്റെ അപ്പിയറൻസ് പോലെ. ഈ എൻഡോമെട്രിയൽ തിക്നെസ്സിന് നമ്മുടെ ഹൈപ്പർ, അതായത് ഈസ്ട്രജൻ കൂടിയതിന് ഒരു നല്ല മെഡിസിനാണ് തൂജ ഹയർ പൊട്ടൻസി. തൂജ ഞാൻ കൊടുക്കാറുള്ളത് ഒരു വളരെ എൻഡോമെട്രിയൽ തിക്നെസ് ഒരു 11. ഇത് ചെക്ക് ചെയ്യുമ്പോൾ ആഫ്റ്റർ പീരീഡ്സ് തന്നെ നോക്കണം. ആഫ്റ്റർ മെൻസ്ട്രുവേഷൻ സ്കാൻ ചെയ്തിട്ട് ET ഒരു 11 mm ഒക്കെ ആണെങ്കിൽ തൂജ 1 mm കൊടുത്താൽ കുറവ് കിട്ടാറുണ്ട്. തൂജ 1 mm ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 days കൊടുക്കാറുണ്ട്. പക്ഷേ എബവ് 16 mm ആണെങ്കിൽ തൂജ 10 mm ആണ് കൂടുതൽ എനിക്ക് ഇഫക്റ്റ് കിട്ടിയിട്ടുള്ളത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് കൽക്കേരിയ കാർബും, ഈ 2 മെഡിസിൻസ് മാത്രമേ എനിക്ക് നല്ല റിസൾട്ട് ഇതിൽ കിട്ടിയിട്ടുള്ളൂ. അതിൽ തന്നെ നമുക്ക് ഇപ്പോ ഒരു 2-3 ഡോസ് മെൻസ്ട്രുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഇന്റർവെല്ലില് മെഡിസിൻ കൊടുത്തിട്ട് നമ്മൾ റീസ്കാൻ ചെയ്ത് നമ്മളത് അസർട്ടൈൻ ചെയ്യാൻ വേണം വെദർ അത് കുറഞ്ഞോ, അഥവാ ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം കൊടുത്തിട്ട് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉടനെ തന്നെ DNC ആൻഡ് ബയോപ്സി അഡ്വൈസ് ചെയ്യാൻ വേണം. സംടൈംസ് അവിടെ എട്ടിപ്പിക്കൽ സെൽസ് ഉണ്ടാവും, മലിഗ്നൻസിക്ക് ചാൻസ് ഉണ്ടാവും. അല്ലാത്ത കേസിൽ മിക്കവാറും തൂജ കൊണ്ട് തന്നെ കുറയും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് മെട്രോപ്പതിയ ഹെമറേജിക്കയില് ഇറഗുലർ ബ്ലീഡിങ് കണ്ടമാനം വരും.
DUB, AUB എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്, അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്. നമ്മൾ കോമൺ ആയിട്ട് പെട്ടെന്ന് നിൽക്കാൻ വേണ്ടി ടിഞ്ചേഴ്സ് കൊടുക്കുമ്പോൾ ട്രില്ലിയം, മിലിഫോളിയം, സിനമോൺ, ഫൈക്കസ് റിലീജിയോസ അങ്ങനെ കൊടുക്കാറുണ്ട്. അതില് കുറച്ചും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ടിഞ്ചർ ഞാൻ കൊടുക്കുമ്പോൾ ഒരു 10 to 40 ഡ്രോപ്സ് കൊടുക്കാറുണ്ട്, 40 to 50 ഡ്രോപ്സ് ഒക്കെ. അത് എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടാറുള്ളത് 50 ഡ്രോപ്സ് ഒരു 1 ഗ്ലാസ്, ഒരു 1/2 ലിറ്റർ ഓഫ് വാട്ടർ, എന്നിട്ട് സിപ്പ് ചെയ്യാൻ പറയുക. അപ്പൊ ബ്ലീഡിങ് പെട്ടെന്ന് കുറയും അങ്ങനത്തെ കേസിൽ. ഇതില് ബ്ലീഡിങ് പെയിൻലെസ് ആണെങ്കിൽ നമുക്ക് മിലിഫോളിയം, ഹെമാമലിസ് ഇതൊക്കെ ടിഞ്ചറാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ക്ലോട്ട്സ് ആയിട്ട് കാണുകയാണെങ്കിൽ ട്രില്ലിയം ചില കേസിൽ ട്രില്ലിയം 1 ഒക്കെ കൊടുത്തിട്ടുണ്ട്, മിലിഫോളിയം 1 കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഈ മെട്രോപ്പതിയ ഹെമറേജിക്കല് മിക്കവാറും പേഷ്യൻസ് പറയാറുള്ള കാര്യം, ചിലപ്പോ ഒരു ഡേറ്റ് മുതല് കുറെ മെൻസസ് ഡേറ്റ് മുതല് ഒരു 8 days, 9 days അല്ലെങ്കിൽ 10 days അപ് ടു 15 days സ്പോട്ടിങ് ആയിരിക്കും. സ്പോട്ടിങ് ഫോളോഡ് ബൈ സിവിയർ ബ്ലീഡിങ്. അങ്ങനത്തെ കേസാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള മരുന്ന് സബൈന, സീക്കിയൽ കോർ, തലാസ്പി, ചൈന. ഇത് നമ്മള് സ്പോട്ടിങ് കഴിഞ്ഞ് ആ ഗ്യാപ്പിൽ കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ പിറ്റ്യൂട്ടറിൻ പീരീഡ് നിന്നിട്ടുള്ള, ആ സ്പോട്ടിങ് നിന്നിട്ടുള്ള ഗ്യാപ്പിൽ കൊടുത്താല് നെക്സ്റ്റ് പീരീഡ്സ് മിക്കവാറും ഓർഡർ ആയിട്ട് വരും. ചിലപ്പോ ഒരു 2 to 4 കോൺസിക്യൂട്ടീവ് മന്ത്സിൽ കൊടുക്കേണ്ടി വരും. പീരീഡ് ടൈമിൽ കൊടുക്കരുത്, അത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ. അപ്പൊ നെക്സ്റ്റ് മുതൽ പീരീഡ്സ് കറക്റ്റ് 4 days, 5 days ആയിട്ട് വരും. ഇതിൽ തന്നെ ഈ മെട്രോപ്പതിയ അല്ലെങ്കിൽ മെനറേജിയ സിംറ്റംസ് വരാം. ബ്ലഡ് കൊറോഡിങ് ആണെങ്കിൽ മെയിൻ റെമഡീസ് ക്രിയോസോട്ട്, ദെൻ നൈട്രിക് ആസിഡ്, തൂജ, ദെൻ ലാക്കേസസ് അതൊക്കെ കൊടുക്കാം. ഇതെല്ലാം തന്നെ ക്രിയോസോട്ടൊക്കെ ആണെങ്കിൽ 200 കൊടുക്കാം, 1 കൊടുക്കാം. ക്രിയോസോട്ട് ടിഞ്ചറിന് അധികം ഉപയോഗിക്കാറില്ല. നൈട്രിക് ആസിഡ് 10 വരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. Then bright red bleeding, painless, our ipecac, then hemamelis, tincture പറയുകയാണെങ്കിൽ മിലിഫോളിയം, then cinnamon. If it is associated with severe UTI, ഈ പീരീഡിന്റെ കൂടെ UTI ഡിസ്ചാർജും UTI വരികയാണെങ്കിൽ എറിഗറോൺ, നൈസ് റെമഡി. എറിഗറോൺ ടിഞ്ചറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചില പേഷ്യൻസ് പറയും ബ്ലഡ് ഇങ്ങനെ കൊയാഗുലേറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പീസ് പോലെ പോവാ. സൈക്ലാമൻ, ചൈന, റോക്കസ് സറ്റൈവസ്. വിത്ത് സിവിയർ ബാക്ക് ഏക്ക് ആണെങ്കിൽ ഹെലോണിയസ്, പ്ലാറ്റിന, ഇതൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. സാങ്കുനേറിയ. ഹയർ പൊട്ടൻസിയും ഉപയോഗിക്കാറുണ്ട്, ടിഞ്ചറും ഉപയോഗിക്കാറുണ്ട്. ക്രോക്കസ് ഒക്കെ ഞാൻ 200, 1M ആ ഇതിലാണ് പോവാറുള്ളത്. ഹെലോണിയസ്, ടിഞ്ചർ. യുസ്റ്റിലാഗോ ഈസ് ഓൾസോ എ നൈസ് റെമഡി. പിന്നെ ചില കേസിൽ ഈ സ്പോട്ടിങ് തന്നെ ബ്ലാക്കിഷ് ആയിട്ട് കുറെ നാള് കണ്ടിന്യൂ ചെയ്യും, നെക്സ്റ്റ് പീരീഡ് വരെ. അതിന് ഏറ്റവും റിസൾട്ട് കിട്ടിയത് ഇലാപ്സ്കോർ, സൈക്ലാമൻ, ക്രിയോസോട്ട്. If this symptom is associated with severe colic, back force, then അല്പ സ്പീഡ് കുറയ്ക്കണേ. Okay. സ്പോട്ടിങ് അപ് ടു നെക്സ്റ്റ് പീരീഡ് അത് നെക്സ്റ്റ് പീരീഡ് സ്പോട്ടിങ് അപ് ടു നെക്സ്റ്റ് മീൻസ് ബ്ലാക്കിഷ് ആണെങ്കിൽ ഇലാപ്സ്കോർ, പിന്നെ ക്രോക്കസ് സറ്റൈവ, സൈക്ലാമൻ, ക്രിയോസോട്ട്. കോളിക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മാക്ഫോസ്, പൾസെറ്റില. നമ്മുടെ യുസ്റ്റിലാഗോ ടിഞ്ചർ, സാന്തോസൈലം.
ഇങ്ങനത്തെ മെഡിസിൻസ് നമുക്ക് കൊടുത്താൽ മെട്രോപ്പതിയ ഹെമറേജിക്ക ക്ലിയർ ആവും. അതിന്റെ കൂടെ നമുക്ക് ഇപ്പൊ ഇത്ര സ്പീഡ് കുഴപ്പമില്ലല്ലോ. അത് കുഴപ്പമില്ല, മറ്റോ ഭയങ്കര സ്പീഡ്. അയ്യോ, ഞാനേ കുറച്ച് ഉണ്ടല്ലോ, ഇനിയിപ്പൊ ഇന്ന് ബാക്കി വെക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ പോയതാ. പിന്നെ ആരും ഒന്നും അങ്ങനെ ചെയ്യുന്നു ഡോക്ടറെ. നമുക്ക് അടുത്ത ഒരു ഇതായിട്ട് വന്നാലും കുഴപ്പമില്ല. ശരി, എല്ലാവർക്കും കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് മെട്രോപ്പതിയ ഹെമറേജിക്ക പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ മാഡം? അല്ല, അതിന്റെ കൂടെ പൊട്ടൻസിയും കൂടെ അങ്ങ് പറഞ്ഞു പോയാല്. പൊട്ടൻസി പറയാം. ഞാൻ ലാബ് സ്കോർ ഒക്കെ 200 മാഡം. 200 ക്രോക്കസ് 200 or 1M, ക്രിയോസോട്ട് 1M. 1M ഇല്ലെങ്കിൽ 200 കൊടുക്കാറുണ്ട്. സൈക്ലാമിൻ 200 കൊടുക്കാറുള്ളത്. മാക്ഫോസ് ചിലപ്പോ അസോസിയേറ്റഡ് സിവിയർ കോളിക് ഒക്കെ ആണെങ്കിൽ മാക്ഫോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10M ഡിവൈഡഡ് ഡോസ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഇൻ 1 glass of water 2 spoonfuls അങ്ങനെ കൊടുക്കാറുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ഇന്റർവെല്ലിലൊക്കെ ഒരു 3 or 4 times കഴിക്കുമ്പോഴേക്കും പെയിനും ബ്ലാക്കിഷ് ബ്ലഡ് ഡിസ്ചാർജും കുറയും. പിന്നെ ഈ പൾസെറ്റില മിക്കവാറും പേഷ്യന്റ് പറയാറുള്ളത്, പൾസെറ്റില പേഷ്യൻസ് ബ്ലീഡിങ് ടൈമില് അവർ പറയാറുള്ളത് ബാത്റൂമിലേക്ക് എത്താൻ നേരമില്ല, ഒറ്റയടിക്ക് പോയിക്കൊണ്ടിരിക്കും പൾസെറ്റില. കേസ് അതുപോലെ യൂറിനേഷൻ ഇരിക്കുമ്പോ കണ്ടമാനം ബ്ലഡ് എക്സ്പെൽ ചെയ്യുക. പൾസെറ്റില 1M or 10M വേണേ കൊടുക്കാം. 10M ഒക്കെ എപ്പോഴും എനിക്ക് റിസൾട്ട് കിട്ടിയുള്ളത് ഡിവൈഡഡ് ഡോസിൽ തന്നെ കൊടുക്കുന്നതാ. ഇതിന് നമ്മൾ പറഞ്ഞത് ഈ മെട്രോപ്പതിയ ഹെമറേജിക്ക, അത് ഓവേറിയൻ ഫാക്ടേഴ്സ്, ഹൈപ്പർ ഈസ്ട്രജനിക് സ്റ്റേറ്റ് ആണ് പറഞ്ഞത്, ഈസ്ട്രജൻ കൂടുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈ ആൻഡ്രോജൻ എക്സസ് വരുന്ന കേസുകളുണ്ട്. നമ്മുടെ ബോഡി എക്സസ് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്കറിയാം ഹെയർസ്യൂട്ടിസം സിംറ്റംസ് എല്ലാം ഉണ്ടാവും. നമുക്ക് ടെസ്റ്റിസ് 3X നല്ല റെമഡിയാണ്. അതുപോലെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ടെസ്റ്റിസ് 3X കൊച്ചുകുട്ടികളില് പാരന്റ്സ് വന്ന് പറയും ഈ ജെനിറ്റൽസ് വളരെ ചെറുതാണ്, ഹോർമോൺ നമുക്ക് കുറയുന്നത് പോലെ അത്രയും ചെറുതാണെന്നൊക്കെയുള്ള കേസില്, അതുപോലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വൈകുക, ടെസ്റ്റിസ് 3X നല്ല റിസൾട്ടാണ്. ആൻഡ്രോജൻ എക്സസിലും ടെസ്റ്റിസ് 3X മാത്രം കൊടുത്ത് എലോങ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കാൽക്കേറിയ, ലൈക്കോപോഡിയം, SCL ഒരു 2 കേസിൽ SCL ഓർഡറിൽ കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സൾഫർ ഹയർ പൊട്ടൻസി ആഫ്റ്റർ നെക്സ്റ്റ് വീക്കില് കാൽക്കേരിയ കാർബ് ഹയർ പൊട്ടൻസി, അടുത്ത വീക്കില് ലൈക്കോപോഡിയം ഹയർ പൊട്ടൻസി, സിംഗിൾ ഡോസ് അങ്ങനെ കൊടുത്തും ഈ ആൻഡ്രോജൻ എക്സസ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ വരുന്നത് നമ്മളന്ന് പറഞ്ഞു കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ, ഇതിന്റെ കൂടെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയയിലും സംഭവിക്കുന്നത് നമുക്ക് മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് വരുമ്പോ നമുക്ക് ബ്ലഡ് DHEA ഡീഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്ററോൺ അത് ചെയ്യാൻ എഴുതി കൊടുത്താൽ അത് ഈ PMOSന്റെ ഒരു വർക്കപ്പ് തന്നെയാണ്. അഡ്രിനൽസ് എഫക്റ്റഡ് ആകുന്നത് കൊണ്ട് ഹോർമോൺ പ്രൊഡക്ഷൻ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി ബ്ലഡ് DHEA ചെയ്യുക. DHEA സൾഫേറ്റ് അതും കൂടെ ചേർത്ത് ചെയ്താൽ നല്ലതാ. അപ്പൊ നമുക്ക് അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ ഉണ്ടോ, കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ ആണോ, അതുകൊണ്ടാണോ നമുക്ക് ഈ അമിനോറിയ സെക്കൻഡറി അമിനോറിയ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ PMOSന്റെ PCOS PMOS ആക്കിയത് വളരെ അർത്ഥവത്തായി. കാരണം എത്രയധികം എൻഡോക്രൈൻസ്, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് എന്ന് പറയുന്ന അഡ്രിനൽസ്, പിറ്റ്യൂട്ടറി ഇതെല്ലാം നമുക്ക് എക്സാമിൻ ചെയ്യേണ്ടി വരും.
ഇതില് സിംറ്റംസ് വരുന്നത് അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ ഉണ്ടോ നോക്കണം, അത് കൺജനിറ്റൽ ആണോ നോക്കണം. അതില് സിംറ്റംസ് വരുന്നത് ചിലപ്പോൾ കംപ്ലീറ്റ് അമിനോറിയ. USG ചെയ്യുമ്പോൾ യൂട്രസ് ഓക്കെ, ഓവറി ഓക്കെ, അതെല്ലാം ഡെവലപ്മെന്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോരോ പിറ്റ്യൂട്ടറി അതിന്റെ വർക്കപ്പ്, അഡ്രിനൽസ് അതിന്റെ വർക്കപ്പ്, അങ്ങനെ ഓരോന്ന് ചെയ്താൽ നമ്മുടെ മെഡിസിൻസും കൊടുത്താൽ ക്ലിയർ ആകും. ഇതിൽ വരുന്ന സിംറ്റം മെയിൻ ആയിട്ടും ഒളിഗോമെനോറിയ. പിന്നെ ഈ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയയില് നമുക്ക് ചിലപ്പോൾ PMOSന്റെ സിംറ്റംസ് വരാം. അതിന്റെ കൂടെ ആൻഡ്രോജൻ എക്സസും കൂടെ ഉണ്ടെങ്കിൽ പേഷ്യന്റിന് ബാൾഡ്നെസ്, ടെമ്പറൽ ബാൾഡ്നെസ് വരാം. പിന്നെ ആൻഡ്രോജൻ കൂടുമ്പോൾ സാധാരണ വോയിസിന്റെ ഇത് മാറും, വോയിസ് എപ്പോഴും ഡീപ്പെൻഡ് ആവും. അപ്പൊ നമുക്ക് പേഷ്യന്റിനെ കാണുമ്പോൾ ഒരു മെസ്കുലിൻ ഫീച്ചറും കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്താൽ കറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ഈ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഞാൻ ഒരു മെഡിസിൻ കൊടുത്തിട്ടുള്ളത് അഡ്രിനാലിൻ 3x കൊടുത്തിട്ടുണ്ട്. അഡ്രിനാലിൻ 3x കാരണം പേഷ്യന്റിന് ലേശം ഹൈപ്പർ ടെൻഷൻ, കൺജനിറ്റൽ ഹൈപ്പർപ്ലേസിയ നല്ല റിസൾട്ട് കിട്ടിയതാണ്. സിമ്പിൾ ആയിട്ട് അഡ്രിനാലിൻ 3x. അതിന്റെ കൂടെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് കൊടുക്കാം. ഇതിൽ തന്നെ ഈ നമുക്ക് പിറ്റ്യൂട്ടറി ഫാക്ടേഴ്സിന്റെ കൂടെ തന്നെ നമ്മളൊന്ന് പറഞ്ഞു, പിറ്റ്യൂട്ടറി മാക്രോ അഡിനോമ ആൻഡ് മൈക്രോ അഡിനോമ. പിറ്റ്യൂട്ടറി ഫാക്ടേഴ്സിൽ വരുന്നത് അതില് മാക്രോ അഡിനോമ നമുക്ക് അതിന്റെ സൈസ് അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് സർജിക്കലായിട്ട് റെഫർ ചെയ്യേണ്ടി വരും. പക്ഷെ മൈക്രോ അഡിനോമാസ് നമുക്ക് ട്രീറ്റ് ചെയ്യാം. മൈക്രോ അഡിനോമ പേഷ്യൻസ് മിക്കവാറും വരുന്നത് ഗാലക്ടോറിയ ആയിട്ടായിരിക്കും. അതില് ബ്ലഡില് പ്രൊലാക്റ്റിനും കൂടുതലായിരിക്കും. നിപ്പിൾ ഡിസ്ചാർജ് അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രൊലാക്റ്റിൻ ചെക്ക് ചെയ്യാൻ എഴുതി കൊടുക്കാം. പ്രൊലാക്റ്റിൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും CT സ്കാനോ MRI ചെയ്താൽ മാത്രമേ നമുക്ക് പിറ്റ്യൂട്ടറി മൈക്രോ അഡിനോമ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതില് മെയിൻ സിംറ്റം അമിനോറിയ. ചില കേസിൽ ഗാലക്ടോറിയ വരും, പക്ഷെ സെക്കൻഡറി അമിനോറിയ അല്ലെങ്കിൽ അമിനോറിയ. ഈ മാക്രോ അഡിനോമ കേസുകൾ എനിക്കൊരു 5-6 കേസൊക്കെ റെഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം വളരെയധികം ബിഗ് സൈസ് ആയിരുന്നു. പക്ഷെ മൈക്രോ അഡിനോമാസ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ കൊണിയം മാക് ഹയർ പൊട്ടൻസി വീക്ക്ലി വൺസ് സിംഗിൾ ഡോസ് കൊടുത്ത് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ എപ്പിസ് പേഷ്യന്റ് കുറച്ച് ഇഡിമ അങ്ങനെയുള്ള ഒരു നേച്ചറായിരുന്നു. അപ്പൊ അത് എപ്പിസ് ഹയർ പൊട്ടൻസിയെ കൊടുത്തത് വീക്ക്ലി വൺസ് ഒരു ഡോസ് കൊടുക്കാറുള്ളൂ. പിന്നെ വേറൊരു കേസിൽ തൂജയും എപ്പിസും ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുത്തു ഈ പിറ്റ്യൂട്ടറി മൈക്രോ അഡിനോമയ്ക്ക്. ഈ വീക്ക് തൂജ കൊടുത്തു, നെക്സ്റ്റ് വീക്ക് എപ്പിസ് കൊടുത്തു. അതൊക്കെ എന്നിട്ട് റിപ്പീറ്റ് MRI നെക്സ്റ്റ് ഇയറിൽ ചെയ്യുമ്പോഴേക്കും അത് MRI ചെയ്യണമെന്നില്ല, അമിനോറിയ ക്ലിയർ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവാം. അമിനോറിയ മാറിയെന്നുണ്ടെങ്കിൽ മാക്രോഡിനോമയും കുറവായി നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ലാപ്പിസാൽബ് കൽക്കേരിയ ഫ്ലോർ 30 മതി. അത് വളരെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മൈക്രോ അഡിനോമാസ് കുറവ് കിട്ടും. ഇനി ഇതില് സംഭവിക്കുന്ന വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ചില കേസില് സിവിയർ പോസ്റ്റ് പാർട്ടം ഹെമറേജ് ആൻഡ് ഷോക്ക് എന്ന് പറഞ്ഞു വരും. ഡെലിവറി കഴിഞ്ഞ് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. അതിലെന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പാർഷ്യലായിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ ഒബ്സ്ട്രക്ഷൻ വരും. ഇസ്കീമിയ വന്നിട്ട് ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ വീനസ് ത്രോംബോസിസ് വന്നിട്ട് സിവിയർ പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഷോക്ക്. അതില് അങ്ങനത്തെ കേസിൽ നമുക്ക് ഈ ഷോക്ക് ആൻഡ് സിവിയർ പോസ്റ്റ് പാർട്ടം ഹെമറേജ് അത് കഴിഞ്ഞിട്ടുള്ള സെക്യുലേ അതിന് പറയുന്നത് ഷീഹാൻസ് സിൻഡ്രോം എന്നാണ്. നമുക്ക് അതില് എല്ലാ ഹോർമോണും ഇൻവോൾവ് ആവും. അതായത് ആഫ്റ്റർ പാർച്ചുറേഷൻ ആണ്, ത്രോംബോസിസ് ആണ്,
അതിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ഷോക്ക്, നമുക്ക് മെന്റൽ സിംറ്റംസ് വെച്ച് അതിനുശേഷം മെഡിസിൻ കൊടുത്തത് എക്കോണൈറ്റ്, ദെൻ ഇഗ്നീഷ്യ, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വീനസ് ത്രോംബോസിന് നല്ല റെമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആർണിക്ക, ദെൻ ഹെമാമലിസ്, ദെൻ പിറ്റിട്രിൻ 3x. അത് അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് കാണാറുള്ളതാണ്. പിന്നെ ആർണിക്ക 200 ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞ സിംറ്റംസ് ക്ലിയർ ആയില്ലെങ്കിൽ ആർണിക്ക 1M വീക്ക്ലി വൺസ് കൊടുക്കാറുണ്ട്. ഇതില് വരുന്നത് ശരിക്കും പറഞ്ഞാല് ഡിപ്രഷൻ വരും, ചിലപ്പോ സ്ട്രെസ് വരാം, ആൻസൈറ്റി വരാം. ഇപ്പൊ ഈ ഇടയായിട്ട് ഇഷ്ടം പോലെ കേസുകൾ ആഫ്റ്റർ പാർച്ചുറേഷൻ ഈ സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ വരുന്നുണ്ട്. അതില് മൈൻഡ് വെച്ചിട്ട് ഫോസ്ഫറസ്, പിന്നെ എക്കോണൈറ്റ്, കാലിഫോസ്. ഇതില് ഇങ്ങനത്തെ കേസില് കുറെ പേർക്ക് ഒരു മാൽ അഡ്ജസ്റ്റ്മെന്റ് ബേബി ആയിട്ട് അങ്ങനെ വന്നിട്ട് സ്ലീപ്ലെസ്നെസ് വരുന്നുണ്ട്. എനിക്കതില് റിസൾട്ട് കിട്ടിയ മരുന്ന് എസ്ക്ലോഷ്യ കാലിഫോർണിക്ക. ദെൻ പാസിഫ്ലോറ, ടിഞ്ചറാണ് കേട്ടോ മാഡം. എസ്ക്ലോഷ്യ കാലിഫോർണിക്ക ഒരു 30 drops നമ്മളൊരു ആഫ്റ്റർനൂൺ കഴിക്കാൻ പറയുക, പിന്നെ ഒരു ഈവനിങ് 8 o'clock കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് ശരിയാവും, ആ ഡിസ്റ്റർബ്ഡ് ആക്ടിവിറ്റീസ് ഒക്കെ കുറയാറുണ്ട്. ഇതിലും ഈ ഡിപ്രഷന് നമുക്ക് കാലിഫോസ്, ഇഗ്നീഷ്യ, മെന്റൽ സിംറ്റംസ് അനുസരിച്ച് നമുക്ക് കൊടുക്കാം. നാട്രമ്യൂർ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ PMOS കാണുന്ന അടുത്ത കോംപ്ലിക്കേഷൻസ് ഈ എഡനക്സൽ ഇൻവേഷൻ വരുമ്പോ സാൽപിഞ്ചൈറ്റിസും ഹൈഡ്രോസാൽപിങ്സും കൂടെ വരും. ഈ സാൽപിഞ്ചൈറ്റിസ് വിത്തിൻ ഒരു ഹൈഡ്രോസാൽപിങ്സും വിത്തിൻ 2 to 3 weeks ഒക്കെ കൊണ്ട് നെക്സ്റ്റ് സ്കാനിങ്ങിൽ ക്ലിയർ ആയി. നമ്മുടെ തൂജ ഹയർ പൊട്ടൻസി കൊടുത്തിട്ട് തൂജ 10M സിംഗിൾ ഡോസ്, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആണെങ്കിൽ എപ്പിസ്. ഓവേറിയൻ എഫെക്ഷൻ ഉണ്ടെങ്കിൽ പലേഡിയം നല്ലതാ, റൈറ്റ് ഓവറി. ടു പ്രിവെന്റ് ഫർദർ ഇൻഫെക്ഷൻസ് ഇൻ സാൽപിഞ്ചൈറ്റിസ് അങ്ങനത്തെ ഒരു അഡിനക്സൽ കോംപ്ലിക്കേഷൻസിൽ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കാവുന്ന റെമഡിയാണ് യൂപ്പിയോൺ 200. ദെൻ വെസ്പ. ചില കേസില് സിവിയർ പെയിൻ ആയിരിക്കും, പെയിൻ സഹിക്കാൻ വയ്യാത്ത പെയിൻ ആണെങ്കിൽ സിങ്കം വെലേറിയാനം ഫ്ലൈയിങ് ലൈക്ക് പെയിൻസ് എന്ന് പറയുന്നത് നല്ല റെമഡിയാണ്. അതുപോലെ കൊളോസിന്ത്, ബെൻഡിങ് ഡബിൾ റിലീവ്സ് അവർ മാഗ്ഫോസ്. എന്നിട്ടും നമുക്ക് ക്ലിയർ ആയില്ലെങ്കിൽ സ്റ്റാറ്റിസ് ഒഫീഷ്യനാലിസ് ടിഞ്ചറാണ് സ്റ്റാറ്റിസ്. അത് ഈ ഹൈഡ്രോസാൽപിങ്സിലെ, അതുപോലെ ഡിസ്മെനോറിയ പെയിൻ, ഈവൻ പെയിൻ ഇൻ ക്യാൻസർ, ഏത് ക്യാൻസറിലും പെയിനും നല്ല റിസൾട്ട് കിട്ടാറുണ്ട് സ്റ്റാറ്റിസ്. ഈ സ്റ്റാറ്റിസും എസ്ക്ലോഷ്യ കാലിഫോർണിക്കയും കൂടെ നമ്മള് മോർണിംഗ് സ്റ്റാറ്റിസ് കൊടുത്തു, ആഫ്റ്റർനൂൺ എസ്ക്ലോഷ്യ, ദെൻ ഈവനിങ് സ്റ്റാറ്റിസ്, നൈറ്റില് എസ്ക്ലോഷ്യ. ക്യാൻസർ പേഷ്യന്റിന്റെ പെയിൻ വളരെയധികം റിലീഫായ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന PMOSന്റെ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് എൻഡോമെട്രൈറ്റിസ് ആണ്. ഈ എൻഡോമെട്രൈറ്റിസ് ആക്ച്വലി
മേ ബി അക്യൂട്ട് ആണെങ്കിൽ നമുക്കറിയാം ബെല്ലഡോണ. ഈ അക്യൂട്ടിനൊക്കെ എനിക്ക് തോന്നാറുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും 200 കൊടുത്തു നോക്കാം. റിസൾട്ട് നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലത് ഹയർ പൊട്ടൻസി കൊടുക്കുക. 10 1 ഡിവൈഡഡ് ഡോസിൽ കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. കാന്താരിസ്, ഈ എൻഡോമെട്രൈറ്റിസ് അസോസിയേറ്റ് വിത്ത് സിവിയർ UTI ആണെങ്കിൽ കാന്താരിസ്, ദെൻ ഉർഷി, then Vespa, Sepia. Sepia is also a nice remedy. Then Tuja. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് അക്യൂട്ട് ആയിട്ട് വരുന്ന കേസിലാണ്. അതേസമയം ക്രോണിക് എൻഡോമെട്രൈറ്റിസ് ആണെങ്കിൽ നമ്മൾ കേസ് എടുത്തിട്ട് തൂജ ഹയർ പൊട്ടൻസി കൊടുത്തിട്ട് അങ്ങനെയുള്ള കേസിൽ എന്തായാലും സംടൈംസ് ദർ മേ ബി അഡിനെക്സൽ ഇൻവേഷൻസ്, അഡിനെക്സൽ സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കേസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി തൂജ, ദെൻ ഓറമ്യൂർ നാട്രനാറ്റം, ഓറം ഗ്രൂപ്പ് നല്ലതാ, ഓറം അയോഡാറ്റം, ദെൻ നൈട്രിക് ആസിഡ്, ഹെലോണിയസ് associated severe backache, Helonius, then hydrastis, then Magfos. ആ ക്യാരറ്റ് പെയിൻ അനുസരിച്ച് സിംസിഫ്യൂഗ. ഈ സിംസിഫ്യൂഗ ചില 1-2 കേസിൽ സിവിയർ പെയിൻ ആയിട്ട് സിംസിഫ്യൂഗയും ചാമോമില്ലും ഒരുമിച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. സിവിയർ ഇൻഫെക്ഷൻ വന്ന് ക്രോണിക് മെട്രൈറ്റിസ് വന്നിട്ട്. ഈ ഓറമ്യൂർനാറ്റൊക്കെ ഞാൻ 3x കൊടുക്കാറുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്കാനിങ്ങില് അതുപോലെ അടുത്ത ചെക്കപ്പില് വളരെയധികം റിസൾട്ട്, അത് നല്ല നീറ്റായിട്ട് കുറഞ്ഞതായിട്ട് കാണും മെട്രൈറ്റിസ് ഒക്കെ. അതിന്റെ കൂടെ UTI ഉണ്ടെങ്കിൽ യുസ്റ്റിലാഗോ, ദെൻ എറിഗറോൺ, ഉർഷി, ഈ മെഡിസിൻസ് ഒക്കെ നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ ഈ മെട്രൈറ്റിസിലും ക്രോണിക് മെട്രൈറ്റിസിലും എൻഡോമെട്രൈറ്റിസിലും സർവിസൈറ്റിസിലും ഞാനും വളരെ സംശയിച്ചു കൊടുത്തൊരു റെമഡിയാണ് ആർജന്റം മെറ്റാലിക്കം. നല്ല റിസൾട്ട് ആയിരുന്നു. ആർജന്റം നൈട്രിക്കം GI സിംറ്റംസ്. പക്ഷെ ആർജന്റം മെറ്റ് ഇറ്റ്സ് എ വെരി ഗുഡ് റെമഡി ഫോർ ക്രോണിക് സർവിസൈറ്റിസ്. CA പ്രിവെന്റ് ചെയ്യാനായിട്ട് ആർജന്റം മെറ്റും ക്രോണിക് സർവിസൈറ്റിസില് തൂജ ഹയർ പൊട്ടൻസിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി യൂട്രൈൻ ഇറിറ്റേഷൻ വരുന്ന കേസിൽ എപ്പോഴും മെഡിസിൻ വരുന്നത് വെരി സെൻസിറ്റീവ് പേഴ്സണാലിറ്റി ആണെങ്കിൽ ചാമോമില്ല, ദെൻ സാന്തോസൈലം, വൈബർണം ഒപ്പുലസ് ടിഞ്ചറും കൊടുക്കാം. അൺമാരീഡ് ഗേൾസിൽ വൈബർണം ഒപ്പുലസും, മാരീഡ് ആയിട്ടുള്ള വിമനില് വൈബർണം പ്രൂണസും ആണ് കൂടുതൽ റിസൾട്ട്. വിത്ത് ക്യാരക്ടറിസ്റ്റിക് ദിസ് വൺ ബാക്ക് pain extending to limbs. Helonius also is a very nice remedy. ഇനി മെട്രൈറ്റിസില് കൊയാഗുലേറ്റഡ് ബ്ലഡ് ആണെങ്കിൽ നമുക്ക് നൈട്രിക് ആസിഡ്, നേരത്തെ പറഞ്ഞ ക്രിയോസോട്ട്, സൈക്ലാമൻ, ട്രിലിയം ഒക്കെ നമുക്ക് കൊടുക്കാം. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഈ സെക്കൻഡറി അമിനോറിയയിൽ നമുക്ക് എപ്പോഴും ഇതിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നത്, കേസുകളിൽ ഏറ്റവും അധികം കാണുന്നത്. ഇതിൽ തന്നെ ഒരു 50% മേലെ മെട്രോപ്പതി ചെയ്യണം. നമുക്ക് 5 മിനിറ്റ് കൂടാണുള്ളത്. എനിക്കറിയാം, കറക്റ്റ് 5 മിനിറ്റും കൂടെ പറയാനുള്ളൂ. ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടണം.
ഡോക്ടറെ SHBG പറഞ്ഞല്ലോ. ആ ആ, അതിന്റെ ഫുൾ ഫോം പറഞ്ഞത് എന്താണ്? സെക്സ് ഹോർമോൺ സെക്സ് ഹോർമോൺ ബൈൻഡിങ്, സെക്സ് ഗ്ലോബുലിൻ ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ ഗ്ലോബുലിൻ. ഗ്ലോബുലിനാണ്. ആ, ഓ ശരി ശരി. അത് പ്രോട്ടീനാ ഡോക്ടറെ, ആ ആ ലിവറിൽ നിന്നുള്ള അല്ലെ പ്രോട്ടീനാണ്. അല്ലെ അതിലെ G എന്താണെന്നുള്ളതായിരുന്നു ഓക്കെ സംശയം. ഓക്കെ, അത് ഇത്തിരി സ്പീഡായി പോയപ്പോ പോയതായിരിക്കും. അതാണ് സോറി ഞാൻ കേട്ടോ. ഹോർമോൺ എന്നാ കേട്ടത്. ഓക്കെ. ഓക്കെ. ഡോക്ടറുടെ ക്ലാസ് പിന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്. അതുകൊണ്ട് ഒത്തിരി സ്പീഡിൽ പോയിരുന്ന കുറച്ചും കൂടെ ടെക്നിക്കലായിട്ടുള്ള വേർഡ്സ് ഒക്കെ വരുന്നോണ്ട് ഇച്ചിരി ഇതിപ്പോ കുറച്ച് രണ്ട് ഇൻഫർമേഷൻസ് കൂടുതലായത് കൊണ്ടാണ്. നമുക്ക് രണ്ടോ മൂന്നോ സെക്ഷൻ ഇതായാലും കുഴപ്പമില്ല. ഇനി വിസിയോടില്ല. എത്രയായാലും നമുക്ക് സന്തോഷം. അതുകൊണ്ട് ഓടിച്ചു വിട്ടു അതെ പോയല്ലോ. ഡോക്ടറെ മറിയാമ്മ മാഡം, ഇത് നമ്മള് വായിച്ചു വരുംതോറും വലിയ കടലാണ് അത് ശരിക്കും. ഇത്രയൊക്കെ ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ അതിശയമാണ് തോന്നുന്നത്. ഞാൻ അതാണ് PCOS പേര് മാറ്റിയത് തന്നെ വളരെ അതിനനുചിതമായി. PMOS ഇത്രയധികം ഹോർമോൺസും ഇത്രയധികം ഗ്ലാൻസും അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു അഡ്രീനൽസ് ഒക്കെ നമുക്ക് നോക്കണം ഒരു കേസ് വരുമ്പോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡോക്ടറോട്? പക്ഷെ ഡോക്ടർ ഇനി ഇതുപോലെ ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ആയിട്ട് വരണേ. ഇതുകൊണ്ടങ്ങ് ക്ലാസ് ഇനി നിർത്തരുത്. ഇനി എന്നെ ഓടിക്കും ബോറടിച്ചിട്ട്. ഇല്ല ഇല്ല ഇല്ല, ഇനി ഒരിക്കലും അല്ല ഈ വിഷയം തന്നെ വേണമെന്നില്ല. ഈ വിഷയം നമ്മൾ ഇനി കേൾക്കുമ്പോ ചിലപ്പോ ബോറടിച്ചെന്നിരിക്കും. അതെ അല്ലെങ്കിൽ അതെ. നമുക്ക് ഇനി മറ്റൊരു വിഷയം ഇതുപോലെ യെസ്. കൂടുതലായിട്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ വിഷയം തന്നെ നമ്മൾക്ക് പൂർണ്ണമായി ഗ്രഹിച്ചു വരണം. അല്ല ഇത് നല്ല ഡെപ്തിലാണ്. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് പേരൊക്കെ തന്നെയാണെങ്കിലും കണക്ട് ചെയ്യാൻ എല്ലാവർക്കും പാടായിരിക്കും. അപ്പൊ കുറച്ചുകൂടെ ഒന്നുകൂടെയൊക്കെ ഒന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ പിന്നെ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല ഇപ്പൊ ഡോക്ടർ DUB AUB ഒക്കെ പറയുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആകുന്നു. അതെ മറിയാം നമുക്കത് മാഡം അതെന്താണെന്നറിയോ? ഇവിടെ ഈ ലേഡീസ് കേസ് പണ്ട് മുതൽ ഇഷ്ടം പോലെ നോക്കണ്ടല്ലോ. അപ്പോ ഈ DUB AUB എന്നൊക്കെ എഴുതി പറഞ്ഞ് ശീലായി പറയാണ്ട് പറഞ്ഞു പോയതാ. അല്ല ഈ DUB എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ, കാരണം വെച്ചാൽ ഭയങ്കര തടിയൊക്കെ ഉള്ളവരെ ഈ സ്കാൻ ചെയ്തോണ്ട് വരും. അതിനകത്ത് മിക്കവാറും ഒബേസിറ്റി ഉള്ളവർക്ക് DUB ഉണ്ടാവും. പക്ഷെ അത് കൂടുതലും DUB മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ആഫ്റ്റർ 35 ഒക്കെയാണ് DUB കൂടുതൽ വരുന്നത്. മറ്റേതൊക്കെ AUB ആയിട്ടാ എഴുതുന്നത്, അബ്നോർമൽ ബ്ലീഡിംഗ് ആയിട്ട്. അത് തന്നെ ഈ ഒരു പ്രായമുള്ളവർക്ക് ആയിരിക്കും. ഒരുപാട് ഞാൻ കേസ് കണ്ടിട്ടുണ്ടോ? പിന്നെ അവർക്ക് വരാമല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മെട്രോപ്പതിയാണ് കൂടുതൽ കേസുകളായിട്ട് വരുന്നത്. മെട്രോപ്പതിയ ഹെമറേജിക്ക. അതിലൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. SHBGയും അങ്ങനെയുള്ള. ഇത് ഡോക്ടറെ ഇതൊന്നുമില്ല, വെറുതെ ടെസ്റ്റ് ചെയ്യാൻ എഴുതി കൊടുത്താൽ തന്നെ നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ ഏകദേശ ധാരണ കിട്ടും. അറിയാമോ ഡോക്ടർ? ഒരു ഹാൻഡ് റൈസ് ഉണ്ട്. ഞാനത് അഡ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അത് ആരാ? പേരറിയാൻ വയ്യ. ആരാന്നൊന്ന് പരിചയപ്പെടുത്തിയിട്ട് സംസാരിക്കണേ. ഞാൻ ഡോക്ടർ അജിമോളാണ്. അജിമോൾ, ആ ഡോക്ടർ പേര് അജിമോളാണ്. ആ പേരിൽ ആണ് കയറിയത്, പക്ഷെ എന്താ അങ്ങനെ വന്നതെന്ന് അറിയില്ല. മേഡം ആ എൻഡോമെട്രിയൽ തിക്നെസിന്റെ ട്രീറ്റ്മെന്റ് ഒന്നുകൂടെ ഒന്ന് പറയാവോ? എൻഡോമെട്രിയൽ തിക്നെസിനെ കുറിച്ച് പറയാമോ? എൻഡോമെട്രിയൽ തിക്നെസ് നമുക്കിപ്പോ ഒരു ആഫ്റ്റർ മെൻസ്ട്രുവേഷൻ സ്കാൻ ചെയ്താലേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതായത് ഒരു 11 മില്ലിമീറ്റർ ഒക്കെ ആഫ്റ്റർ സാധാരണഗതിക്ക് ഒരു 5 to 6 നിൽക്കണം മെൻസസ് കഴിഞ്ഞിട്ടുള്ളത്. അപൂർവം ഇപ്പൊ ഒബേസ് ആയിട്ടുള്ളവർക്കും കുറച്ചൊരു ഫാറ്റി കോൺസ്റ്റിറ്റ്യൂഷനും ഹിസ്റ്ററി ഓഫ് എന്തെങ്കിലും അങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ ഉള്ള കേസിൽ ഒരു 8 മില്ലിമീറ്റർ ഒക്കെ ഓക്കെ. പക്ഷേ 11 വരെയൊക്കെ വരികയാണെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് തൂജ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കാവുന്ന മരുന്ന തൂജ.
പക്ഷെ എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നേ. ആ 52 ഏജിൽ അവർക്ക് മെനപ്പോസ് ആയതാണ്. ഇപ്പൊ ആ 56 ഏജുണ്ട്. ആ മറ്റ് സിംറ്റം ഒന്നും ഇല്ല. പക്ഷെ ഇങ്ങനെ വയറ്റില് ബേണിംഗ് ഒക്കെ ആയിരുന്നു ആ കുറച്ച് നാളെ. അപ്പൊ മെഡിസിൻ ഒക്കെ എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് മാറാതെ നിന്നുകൊണ്ട് USG അബ്ഡോമൻ നോക്കുമ്പം ആ. എൻഡോമെട്രിയൽ തിക്നെസ് 13 mm കണ്ടു. 13 mm ആണെങ്കിൽ 13 mm. അത് തീർച്ചയായിട്ടും ബയോപ്സി ചെയ്യണം. കാരണം ഓവറി ഷ്രിങ്ക് ചെയ്തിട്ടുണ്ടോ? ഓവറിയില് ഒന്നും മാറ്റം പറയുന്നില്ല. പക്ഷെ അവരുടെ അല്ല, ഓവറി ശരിക്കും അല്ല ഡോക്ടറെ, 52 ആ, ഇയേഴ്സ് കഴിഞ്ഞു. 52 ഇയേഴ്സിൽ 56. മെനപ്പോസ് 56 അല്ല 52ലല്ലേ മെനപ്പോസ് ആയത്? അതെ 52 ആ മെനപ്പോസ്. അപ്പൊ ശരിക്കും ഓവറി എട്രോഫി ആവേണ്ട ടൈമായി. ഓ ശരി. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്തായാലും എനിക്ക് തോന്നുന്നു ഡോക്ടർ തൂജ കൊടുത്തു നോക്കൂ. വേറെ സ്പോട്ടിംഗ് ഒന്നും കൊടുത്തു. ഇല്ലല്ലോ. ഞാൻ ഇല്ല, സ്പോട്ടിംഗ് ഇല്ല. തൂജ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും 1 ആ മാസമായി തൂജ ആ വണ്ണം പക്ഷെ കുടിച്ചിരിക്കണം. അധികം റിപ്പീറ്റ് ചെയ്യണ്ട. പക്ഷെ ഹയർ ആ, പൊട്ടൻസി കൊടുക്കുക. ഒരു ആ, 2-3 ഡോസ് കണ്ടിന്യൂസ് ആയി കൊടുക്കുക. എന്നിട്ട് ആഫ്റ്റർ 1 month സ്കാൻ ചെയ്യുക. കുറെ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. കാരണം ഇങ്ങനത്തെ കേസില് 1 ഉണ്ണമ്പ് month മതിയോ? ഉണ്ണമ്പ് വൺ- വണ്ണം 3 മാസം മതിയോ? 10 പോണോന്നുള്ളതാണ് എന്റെ സംശയം. 10 10 ആണ് വേണ്ടത്. ആ ഡോക്ടർ എന്നിട്ട് ഒരു 3 ഡോസസ് ഒക്കെ കണ്ടിന്യൂസ് ആയി കൊടുക്കുക. അതല്ല മാഡം, വണ്ണം കൊടുത്തിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ട് 10 പോകണം? ഒരു 15 days കഴിഞ്ഞിട്ട് കൊടുക്കാം. 1 ഡോസ് കൊടുക്കാം അല്ലേ? എന്നിട്ട് പരിശോധനയ്ക്ക് പോയാൽ മതി. എന്നിട്ട് ആഫ്റ്റർ 1 month എന്തായാലും പരിശോധിക്കണം. കാരണം അത് എട്ടിപ്പിക്കൽ സെൽസ് ഉണ്ടാവാനുള്ള ചാൻസ് അതിൽ കൂടുതലാ. കാരണം യൂട്രസ് ഷ്രിങ്ക് ചെയ്തിട്ടില്ല, ഓവറി ഷ്രിങ്ക് ചെയ്തിട്ടില്ല, എന്നിട്ട് അട്രോഫി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് റെഗുലർ ആയിട്ട് നമ്മള് ചെക്കപ്പ് ചെയ്ത് നോക്കേണ്ട കേസാ. പോർട്ടൽ വെയിനിൽ ഒരു കൊളാട്രൽ സർക്കുലേഷൻ ഫോം ചെയ്തിട്ടുണ്ടെന്ന് അതിലെ കാണിക്കുന്നുണ്ട്. പോർട്ടൽ വെയിനില് അത് വേറെ കേസ്, അത് ലിവറായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഇത് എന്തായാലും നോക്കണം. അത് ശരിക്കും ഒരു ആഫ്റ്റർ ഇൻ ബിറ്റ്വീൻ 1 and 2 months USG ചെയ്ത് നോക്കുക. എന്നിട്ടത് കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ DNCN ബയോപ്സി. ഈ DNCN ബയോപ്സി ചെയ്ത് എന്തെങ്കിലും എട്ടിപ്പിയ അല്ലെങ്കിൽ സ്ക്വാമസ് ഹൈപ്പർപ്ലേഷ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ തന്നെ അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആ കേസ് രക്ഷപ്പെടും. അതുപോലെ തന്നെ അവരോട് കൃത്യമായിട്ട് നോക്കാൻ പറയാ. ഈ ചെറിയ വല്ല സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ PMB പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിങ്ങോ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കാനും പറയാ. ബ്ലീഡിംഗ് ഇല്ലെന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കാത്തതാണോ അറിയില്ല. ഡോക്ടർ ശ്രദ്ധിച്ചോളൂ, കേസ് കുഴപ്പമില്ല. തൂജ കൊണ്ട് കുറയുകയാണെങ്കിൽ വീണ്ടും ആഫ്റ്റർ 2 to 3 months ഇന്റർവെല്ലിൽ വീണ്ടും ഒരു USG എടുക്കുക. അതുപോലെ ഇവരോട് തൂജ കൊണ്ട് കുറഞ്ഞാലും എവരി 6 months എടുത്തിട്ട് യൂട്രസ് ഒക്കെ ഷ്രിങ്ക് ചെയ്യുന്നില്ലേ എന്നൊക്കെ നമുക്ക് ഉറപ്പാക്കണം. ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കണം. ഫാമിലി ഹിസ്റ്ററി ഓഫ് യൂട്രൈൻ CA ഉണ്ടോ, ഏതെങ്കിലും CA ഉണ്ടോ എന്ന് ചോദിക്കുക. ഡോക്ടർ സുജാത ഡോക്ടർക്ക് നന്ദി പറയണേ. ഡോക്ടറെ, വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു ക്ലാസ് ആയിരുന്നു. വളരെ വളരെ പ്രയോജനപ്പെട്ട ക്ലാസ് ആയിരുന്നു. വീണ്ടും ഇതുപോലെയുള്ള നല്ല ക്ലാസ് ആയിട്ട് വരണമെന്ന് അപേക്ഷിക്കുന്നു. IMPHന്റെ പേരിലും എന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി അജ്മൽ ഡോക്ടറെ. എന്തായാലും ഇത്രയും നല്ലൊരു സെക്ഷൻ, ഇത്രയും നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് തന്ന സുജാത ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അടുത്ത ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. എത്രയും വേഗം തന്നെ വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ശൈല ഡോക്ടർക്കും ധനേഷ് ഡോക്ടർക്കും അജ്മൽ ഡോക്ടർക്കും എല്ലാം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 2117 സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.